വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇത് കുറേ ദിവസങ്ങളായി നമ്മൾ RRB റെയിൽവേ ടീച്ചേഴ്സ് അതിൻ്റെ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊന്നും അറിയിക്കുന്നില്ല. ഓക്കെ, അത് അറിയിക്കാത്തത് വളരെ വ്യക്തമായിട്ടുള്ള അപ്ഡേഷൻസ് കാര്യങ്ങളൊന്നും വരാത്തത് കൊണ്ടാണ് നമ്മുടെ റെയിൽവേ ടീച്ചറിൻ്റെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും തന്നെ അറിയിക്കാതിരുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ വ്യക്തമായിട്ടുള്ളൊരു അപ്ഡേഷൻ വന്നതുകൊണ്ടല്ല, പക്ഷേ റെയിൽവേയുടെ മുൻകാല ചരിത്രങ്ങൾ, അതായത് മുൻകാലം 2019 മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2018 മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റെയിൽവേയുടെ ഓരോ പോസ്റ്റ് വിളിക്കുമ്പോഴും ഓരോ പോസ്റ്റ് വിളിച്ചിട്ട് ആ വിളിച്ച ഡേറ്റ് മുതൽ എക്സാം കാലയളവ് വരെ എത്രത്തോളം ടൈം ഓരോ എക്സാമിനും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കും മറ്റുള്ള എക്സാമുകൾക്കും. അതായത് മറ്റുള്ള എക്സാമുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രധാനമായിട്ട് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്ന RRB റെയിൽവേ ടീച്ചറിന്റെ എക്സാംസ്, അത് PRT ആയിക്കോട്ടെ, PGT ആയിക്കോട്ടെ, TGT ആയിക്കോട്ടെ, നോൺ ടീച്ചിങ് വേക്കൻസിയുടെ പോസ്റ്റുകളായിക്കോട്ടെ. അപ്പോൾ അതിന്റെ എക്സാംസിനും മറ്റുള്ള എക്സാംസുകൾ വിളിക്കുന്ന പോലെ, ഗ്രൂപ്പ് ഡി വിളിക്കുന്നത് പോലെ, NDPC വിളിക്കുന്ന പോലെ, ടെക്നിക്കൽ പോസ്റ്റ് വിളിക്കുന്ന പോലെ, ALP വിളിക്കുന്നത് പോലെ സെയിം നാച്ചുറൽ തന്നെയാണ് റെയിൽവേയുടെ എല്ലാ എക്സാം കാര്യങ്ങളും നടക്കുന്നത്. അപ്പം അതുമായിട്ട് ഉള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പം തീർച്ചയായിട്ടും RRB റെയിൽവേ ടീച്ചറിന്റെ എക്സാം എഴുതുവാൻ പഠിച്ചു തുടങ്ങിയിട്ടുള്ളവര്, പഠിക്കുന്നവര് തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ നമ്മുടെ കോച്ചിങ് ക്ലാസ്സിലുള്ളവര്, അതുപോലെ തന്നെ ഇല്ലാത്തവര്, എഴുതാൻ തയ്യാറായിരിക്കുന്നവരൊക്കെ ഈ വീഡിയോ ദയവായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ റെയിൽവേയിൽ ടീച്ചിങ് വേക്കൻസിയിൽ അപ്ലൈ ചെയ്തിരിക്കുന്നവർ, പഠിക്കുന്നവരുണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നതിന് വേണ്ടി ദയവായി പരമാവധി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിനെ പറ്റി അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ് സെക്ഷനിലൂടെയും ലൈക്കിലൂടെയും ഷെയറിലൂടെയും അറിയിക്കുക. തീർച്ചയായിട്ടും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള എല്ലാ ടീച്ചിങ് വേക്കൻസികളും, അതായത് സ്റ്റേറ്റ്, സെൻട്രൽ മുതലായ എല്ലാ ടീച്ചിങ് വേക്കൻസികളെ കുറിച്ചും മറ്റ് സെൻട്രൽ പോസ്റ്റുകൾ, അതുപോലെ തന്നെ സ്റ്റേറ്റ് പോസ്റ്റുകൾ എല്ലാത്തിൻ്റെയും ലൈവായിട്ടുള്ള അപ്ഡേഷൻസുകൾ അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും എത്തിക്കുന്നതായിരിക്കും. അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനമായിട്ടും ടീച്ചിങ് പോസ്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാത്തരം എക്സാമുകളും, അതായത് അത് HSC ആയിക്കോട്ടെ, HSST ആയിക്കോട്ടെ, LPUP ആയിക്കോട്ടെ, അതുപോലെ KVSന്റെ എക്സാംസ് ആയിക്കോട്ടെ, NVS ആയിക്കോട്ടെ, DSSB ആയിക്കോട്ടെ, അതുപോലെ തന്നെ EMRS ആയിക്കോട്ടെ, AES ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും, എല്ലാ നോട്ടിഫിക്കേഷനുകളും, എല്ലാ അപ്ഡേറ്റ്സുകളും അതാത് സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും. ഓക്കെ, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് കോഴ്സുകളായിട്ടുള്ള KTET, CTET മുതലായ എക്സാമുകൾ, അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും എക്സാമുകളും നിങ്ങൾക്ക് ക്ലാസ്സുകൾ, അതായത് അതിന്റെ ലൈവ് ക്ലാസ്സുകൾ, അതുപോലെ റെക്കോർഡ് ക്ലാസ്സുകൾ, അതോടൊപ്പം തന്നെ പ്രാക്ടീസ് സെക്ഷനുകൾ, ലൈവ് സെക്ഷനുകൾ, ഇതെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, നോൺ പെയ്ഡും ഉണ്ട്, പെയ്ഡ് ക്ലാസ്സും ഉണ്ട്. അപ്പൊ ഇതിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചന്വേഷിക്കുക. 7736 താഴെ കാണുന്ന 77 തുടങ്ങുന്ന ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജിലൂടെ 7736750473 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ കാര്യം പ്രധാനമായിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ റെയിൽവേ എക്സാം എന്നുണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മുൻകാലങ്ങളിലെ മറ്റ് എക്സാമുകളിലെ ഫാക്ട് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് കാണുന്ന അതേ ലെവലിൽ തന്നെ ആയിരിക്കും നമ്മുടെ റെയിൽവേയുടെ, ഇന്ത്യൻ റെയിൽവേയുടെ ഈ നമ്മുടെ ടീച്ചർ ലെവൽ എക്സാംസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ മുന്നേ ഒരു വീഡിയോ നമ്മുടെ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. RRB ടീച്ചർ റെഗുലർ എന്ന് പറയുന്ന ആ ഒരു പ്ലേലിസ്റ്റിൽ ഈ വീഡിയോ കാണാം. നമ്മുടെ June 8 കൂടി ഈ എക്സാം ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഡേറ്റയാണത്. ഒഫീഷ്യലായിട്ട് വന്നിട്ടുള്ളതല്ല, റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളതല്ല, അവിടെയുള്ള ഉദ്യോഗസ്ഥരുടെയും മറ്റും ഭാഗത്ത് നിന്നൊക്കെ വന്നിട്ടുള്ള അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം വെച്ച് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ നമ്മൾ അതുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ തികച്ചും തെറ്റായിട്ടുള്ള ധാരണയാണ്. ഇനി ഈ ജൂൺ കണക്കാക്കി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉഴപ്പരുത്, അതേ ലെവലിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ, എന്നാലും നമ്മുടെ നിലവിലുള്ള എക്സാം പാറ്റേൺ, റെയിൽവേയുടെ എക്സാം പാറ്റേൺ രീതി അനുസരിച്ച് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഏത് സമയത്തായിരിക്കും നമ്മുടെ എക്സാം ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. താങ്ക് യു. ഓക്കെ, അപ്പൊ എക്സാം അപ്ഡേറ്റ്സിനെ പറ്റി പറയുമ്പോൾ നമുക്ക് മുൻകാലങ്ങളിലുള്ള കുറച്ച് റെയിൽവേയുടെ എക്സാംസിനെ പറ്റി നമുക്ക് നോക്കാം. റെയിൽവേ വിളിച്ചിരുന്ന RRB ടിക്കറ്റ് കളക്ടർ TC 2025 വിളിച്ചൊരു എക്സാമാണ്. അതിന്റെ ആപ്ലിക്കേഷൻ വിളിച്ചത് 10 ജനുവരി
അതിലാണ് വിളിച്ചത്. 27 ജനുവരി 2025 വരെ അതിന്റെ ടൈം ഉണ്ടായിരുന്നു. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള, അതായത് ജനുവരിയിൽ വിളിച്ചതാണ് 2025 നമ്മളോടൊപ്പം തന്നെ ജനുവരിയിൽ വിളിച്ച എക്സാംസ് ആണ്, നോട്ടിഫിക്കേഷൻ വിട്ടതാണ്. പക്ഷെ ആ ജനുവരി കഴിഞ്ഞിട്ട് ഇതുവരെയും, അതായത് ഇപ്പൊ മെയ് ആയിട്ടും എന്ത് ചെയ്തിട്ടില്ല, ഒരു തരത്തിലുള്ള എക്സാമിന്റെ CBT എക്സാം നോട്ടിഫിക്കേഷൻസ് ഒന്നും തന്നെ വന്നിട്ടില്ല, നിലവിൽ വന്നിട്ടില്ല. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ഓക്കെ, 5 മാസമായിട്ടൊന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് RRB ടീച്ചർ നമ്മുടെ ഇപ്പോഴത്തെ എക്സാം ആണ്. അത് നമ്മൾ വിളിച്ചത് ജനുവരി 7-നാണ്. പിന്നെ ഈ ഫെബ്രുവരി 21 എന്ന് പറയുന്നത് അത് മാറ്റിയിട്ടുണ്ടല്ലോ, മാറ്റിയായിരുന്നല്ലോ അല്ലെ. ഫെബ്രുവരി 21 എന്ന് പറയുന്നത് മാറിയിട്ട് ഏകദേശം മാർച്ച് തുടക്കം വരെ, അതായത് ഫെബ്രുവരി 28 വരെ നീണ്ടുപോയ ഒരു കാലയളവ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ കാര്യങ്ങൾ പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ഇപ്പോഴത്തെ സൺലൈസ് നോട്ടിഫിക്കേഷൻ 7/2024 എന്ന് പറഞ്ഞ ടീച്ചറിന്റെ അത് എപ്പോൾ വരും എന്നുള്ള കാര്യം ബാക്കിയുള്ള മുമ്പ് പറഞ്ഞതുപോലുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് പറയാം. ഓക്കെ, ഇനിയുള്ളതെന്ന് പറയുന്നത് നെക്സ്റ്റ് ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം RPF കോൺസ്റ്റബിൾ 2025 2/2024 ആണ് നോട്ടിഫിക്കേഷൻ. നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ 7/2024 2/2024 അത് ഏകദേശം CBT മാർച്ച് 2 മുതൽ 10 വരെ എന്നുള്ള ഒരു ക്ലാരിഫിക്കേഷൻ അവർ കൊടുത്തിരിക്കുന്നത്. മാർച്ചിലാണ് എക്സാം നടക്കുന്നത്. ഓക്കെ, മാർച്ച്, അതായത് മാർച്ചിലാണ് അതിന്റെ എക്സാം. അപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷൻ വിളിച്ച് 2/2024 2/2024. ഓക്കെ, അത് മാർച്ചിലാണ്, അതായത് 2-ാം മാസം വിളിച്ചിട്ട് പിന്നെ 24 വിളിച്ചിട്ട് 25 മാർച്ചിലാണ് എന്റെ എക്സാം നടക്കുന്നുള്ള കാര്യം ആലോചിക്കുക. അതുപോലെ തന്നെ പിന്നെ ഇത് 1/2024 അതും RPF SI വിളിച്ചിരിക്കുന്നത്. അതായത് ഏപ്രിൽ 15-ാം തീയതി മുതൽ 14 മെയ് വരെ ആയിരുന്നു എന്റെ ആപ്ലിക്കേഷൻ അയക്കാനുള്ള ഡേറ്റ്. CBT ഡിസംബർ 2024-നാണ്. അതായത് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഏകദേശം 9 മാസത്തോളം എടുത്തു. ഏകദേശം 9 മന്ത്. ഓക്കെ, ഏകദേശം 9 മാസം കഴിഞ്ഞിട്ടാണ് അതിന്റെ എക്സാം വന്നിരിക്കുന്നത്. 9 മാസം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ എക്സാം വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് എക്സാമിലേക്ക് വരുമ്പോഴത്തേക്ക് 3/2024 JEE RRB JEE വിളിച്ചത് 2024 മൂന്നാം മാസം 2024 വിളിച്ചതാണ്. അത് CBT 2025 മാർച്ചിലാണ്. ആലോചിച്ചോളുക, ഏകദേശം 9 മാസത്തോളം അതും ഉണ്ടായിരുന്നു. ആ ഒരു പോസ്റ്റിന്റെ എക്സാം നടന്നപ്പോഴേ ഏകദേശം 9 മാസത്തോളം എടുത്തു. നെക്സ്റ്റ് പോസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കാവുന്നത് ALP 1/2024 ALP അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് 2025 വിളിച്ചത്. അത് 20 ജനുവരി മുതൽ 19 ജനുവരി 2024 വരെ ആപ്ലിക്കേഷൻ അയക്കാമായിരുന്നു. അതിന്റെ ജനുവരിയിൽ വിളിച്ചതിന്റെ എക്സാം CBT ഫസ്റ്റ് നവംബർ 2024-നാണ്. നവംബറാണ്. ഓക്കെ, CBT ടു മാർച്ച് 2025. അപ്പൊ എത്ര മാസം ഉണ്ടെന്ന് നോക്കിയേ. ജനുവരി കഴിഞ്ഞിട്ട് നവംബർ വരെ ഏകദേശം 11 മാസത്തോളം എടുത്തു. ഏകദേശം 11 മാസത്തോളം ആ എക്സാം വരാനുള്ള ഡേറ്റ് എടുത്തു. ഓക്കെ, അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡി 2019 ആ ഒരു 2018-19 അത് നമ്മുടെ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ഡ്യൂറേഷൻസ് കിട്ടി. ഓക്കെ, അതുകൊണ്ട് അതിനെപ്പറ്റി വ്യത്യസ്തമായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പം നമ്മൾ ഈ എക്സാം, ഇത്തരത്തിലുള്ള കുറെ എക്സാംസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ എക്സാമുകളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്ക് ഏകദേശം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാം, ഇപ്പൊ നിങ്ങൾ തന്നെ കണ്ടല്ലോ. അപ്പൊ കാണാൻ കഴിയുന്നത് ഏകദേശം ഒരു 6 മുതൽ 9 മാസം വരെ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാത്തിനും ഡേറ്റ കിട്ടുന്നുണ്ട്. റെയിൽവേയുടെ ഏത് എക്സാം വിളിക്കുന്നോ ആ എക്സാം എല്ലാം വിളിച്ചു കഴിഞ്ഞ ഡേറ്റ് മുതലുള്ള ഏകദേശം ഒരു 9 മാസം വരെ, മാക്സിമം 9 to 10 മാസം വരെ, അല്ലെങ്കിൽ 6 to 9 മാസം വരെ, 6 മുതൽ 9 മാസം വരെ മാക്സിമം ഒരു ടൈം റെയിൽവേയുടെ എക്സാമിന് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ കഴിഞ്ഞ, അതായത് ഏകദേശം മുൻപ് നടന്ന റെയിൽവേയുടെ ടീച്ചിങ് എക്സാംസിന്, അതായത് പ്രീവിയസ് റെയിൽവേ ടീച്ചിങ് എക്സാംസ് നോക്കിക്കഴിഞ്ഞാൽ
അതിന്റെ ടൈമും ഏകദേശം ആപ്ലിക്കേഷൻ അയച്ച ഡേറ്റ് മുതൽ വിളിച്ച ഡേറ്റ് മുതൽ 6 മുതൽ 9 മാസം വരെ ലഭിച്ചിട്ടുണ്ട്. 9 മാസം വരെ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പറയാം, അതായത് നമ്മുടെ റെയിൽവേയുടെ എക്സാം നമുക്ക് ആപ്ലിക്കേഷന്റെ ലാസ്റ്റ് വിളിച്ചത് എന്നും ആയിക്കോട്ടെ, കുറെ എക്സ്റ്റൻഷൻസ് കിട്ടി ഏകദേശം ഫെബ്രുവരി ലാസ്റ്റ് അല്ലേ, ഫെബ്രുവരി ലാസ്റ്റ് ഏകദേശം ഫെബ്രുവരി ലാസ്റ്റ് ടൈം വരെ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുത്തു. അതിനുശേഷം വീണ്ടും എക്സ്റ്റൻഷൻ കൊടുത്തു. അപ്പൊ ഒരുപാട് ടൈം ഡ്യൂറേഷൻസ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആപ്ലിക്കേഷൻ അയക്കാനായിട്ടും അതിന്റെ കറക്ഷൻ ഡേറ്റിനും മറ്റുമായിട്ടൊക്കെ ഒരുപാട് കാലയളവ് ലഭിച്ചു. അപ്പം ആ ഒരു കാലയളവ് വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ നിലവിൽ ഞാൻ മുമ്പ് പരിശോധിച്ച എക്സാമുകളുടെയൊക്കെ കാലയളവ് അനുസരിച്ച് തന്നെ നമ്മുടെ സെൻട്രലൈസ് നോട്ടിഫിക്കേഷൻ സെൻബാർ 2024 എന്ന് പറയുന്ന ഈ ഒരു എക്സാം, ഇതിന്റെ ഒരു എക്സാം എന്ന് പറയുന്നത് ജനുവരിയിൽ വിളിച്ച് ഫെബ്രുവരി 21 വരെയായിരുന്നു. പിന്നെ എക്സ്റ്റൻഷൻസ് വന്നു. നമുക്ക് ജനുവരി തന്നെ കാലയളവായിട്ട് എടുക്കാം. ജനുവരി തന്നെ കളയാം. അപ്പൊ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ അല്ലേ, സെപ്റ്റംബർ, ഒക്ടോബർ, അതായത് 6 മുതൽ 9 മാസം, 6 to 9 മന്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻ ബിറ്റ്വീൻ സെപ്റ്റംബർ ടു ഒക്ടോബർ, അല്ലെങ്കിൽ ഓഗസ്റ്റ് ടു നവംബർ എന്ന് പറയുന്നത്. ഈ ഒരു 2 ഡേറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും. ഓക്കെ, ഇത് ഞാൻ വേറെ ആരും പറഞ്ഞിട്ട് പറയുന്നതല്ല, നിലവിലുള്ള റെയിൽവേയുടെ എക്സാം പാറ്റേൺ വിളിച്ച ഡേറ്റ് മുതൽ എക്സാം വരെയുള്ള കാലയളവ് കണക്കാക്കിക്കൊണ്ട് എടുക്കുന്ന ഒരു ഡേറ്റയാണ്. ഓക്കെ, നിലവിൽ ഇപ്പൊ റെയിൽവേ നടത്തിക്കൊണ്ടിരിക്കുന്ന 2018 മുതൽ 2025 വരെയുള്ള റെയിൽവേ വിളിച്ചിട്ടുള്ള എല്ലാ എക്സാമിന്റെയും അത് ആപ്ലിക്കേഷൻ സ്വീകരിച്ച തീയതി മുതൽ എക്സാം നടന്ന ഡേറ്റ് വരെയുള്ള കാലയളവ് എടുത്തിട്ട് അതിൽ നിന്നും ഡേറ്റകൾ എടുത്തിട്ട് പഠിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് RRB ടീച്ചറിന്റെ എക്സാം എന്ന് പറയുന്നത് ഈ ഒരു മുൻ കാലയളവ് വരെ 6 to 9 മന്ത് ലഭിക്കുമെങ്കിൽ ഒന്നുകിൽ സെപ്റ്റംബറിനും ഒക്ടോബറിനും ഇടയിലായിരിക്കും, അല്ലെങ്കിൽ ഓഗസ്റ്റിനും നവംബറിനും ഇടയിലായിരിക്കും എക്സാം ഉണ്ടായിരിക്കുന്നത്. അല്ല ജൂണിൽ എക്സാം ഉണ്ടാകും എന്ന് പറയുന്നതിൽ യാതൊരു വിധമായിട്ടുള്ള ഒരു കാര്യവും നമ്മുടെ നിലവിലുള്ള RRB റെയിൽവേയുടെ എക്സാം പാറ്റേൺ അനുസരിച്ച് കാണുന്നില്ല. ഓക്കെ, കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പക്ഷെ നമ്മൾ ഈ സെപ്റ്റംബർ വരെ ഇനി പഠിക്കാമെന്നോ, ഒക്ടോബർ വരെ പഠിക്കാവുന്നോ, അല്ലെങ്കിൽ നവംബർ വരെ പഠിച്ച് തീർക്കാവുന്നോ പറഞ്ഞുള്ളൊരു ലക്ഷ്യത്തിലേക്ക് പോകരുത്, ഉഴപ്പരുത്. നിങ്ങൾ ജൂൺ ജൂലൈയിൽ അല്ലെങ്കിൽ ജൂണിൽ കാണും ജൂലൈയിൽ കാണും എന്നുള്ള ലെവലിൽ തന്നെ പഠിക്കുക. പക്ഷെ പേടിക്കേണ്ട, നിലവിൽ ഞാൻ ഈ പറഞ്ഞ പാറ്റേൺ എല്ലാം നിങ്ങൾ കണ്ടതാണ്. നിലവിലുള്ള എക്സാം പാറ്റേൺ അനുസരിച്ചുകൊണ്ട്, റെയിൽവേയുടെ റിക്രൂട്ട്മെന്റ് രീതി അനുസരിച്ചുകൊണ്ട്, റെയിൽവേ നോട്ടിഫിക്കേഷൻ എന്ന് വിളിക്കുന്ന അന്ന് മുതൽ മാക്സിമം ഒരു 6 to 9 മന്ത് എല്ലാവർക്കും എല്ലാ എക്സാമിനും കിട്ടുന്നുണ്ട്. ആ മറ്റുള്ള എക്സാമുകളിൽ നിന്ന് ഗ്രൂപ്പ് ഡി പോലെയോ, ALP പോലെയോ, RPF പോലെയോ, JE പോലുള്ള അതേപോലുള്ള സെയിം പോസ്റ്റ് തന്നെയാണ് നമ്മുടെ RRB ടീച്ചർ എന്ന് പറയുന്നത്. RRB ടീച്ചർക്ക് അതിന് പ്രത്യേക പ്രൊവിഷൻസ് ഒന്നും ഇല്ല. ഓക്കെ, അതും റെയിൽവേയുടെ ഒരു എക്സാം തന്നെയാണ്. അപ്പോൾ അതിനും ഇത്തരത്തിലുള്ള കാലയളവ് ലഭിക്കും എന്ന് കരുതുക. ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിൽ വെക്കുക. പിന്നെ ഇപ്പോൾ എത്രത്തോളം പഠിച്ചുകൊണ്ടിരിക്കുന്നോ ആ സ്പീഡിൽ തന്നെ നിങ്ങൾ പഠിക്കുക. ബാക്കി കൂടുതൽ സമയം കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് റിവിഷന് വേണ്ടി ഉപയോഗിക്കാം, തീർച്ചയായും റിവിഷന് വേണ്ടി ഉപയോഗിക്കാം. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിരിക്കുക തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ഇത് പറയാനാണ് ഈ വീഡിയോ ഞാൻ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിൽ വെക്കുക. അപ്പം ഒരു 6 to 9 കിട്ടുകയാണെങ്കിൽ നമുക്ക് സെപ്റ്റംബറിനും ഒക്ടോബറിനും ഇടയിലോ അല്ലെങ്കിൽ ഓഗസ്റ്റിനും നവംബറിനും ഇടയിലോ ഒക്കെ എക്സാം ഉണ്ടായിരിക്കാം. ഇൻ കേസ് എന്തെങ്കിലും കാര്യം വന്നിട്ട് ജൂണിലോട്ടോ ജൂലൈയിലോട്ടോ എക്സാം വരണമെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ അവസരം നഷ്ടപ്പെടരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ലെവലിൽ തന്നെ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുകയും ചെയ്യുക. ഓക്കെ, ഇതാണ് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ ഈ എക്സാമുകൾക്കൊക്കെ പങ്കെടുക്കുന്നവര്, പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നമ്മുടെ ഇവിടെ ചേർന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അത് ലൈവ് സെക്ഷൻസ് ഉണ്ട്, റെക്കോർഡ് ഉണ്ട്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ PDF മെറ്റീരിയൽസ് ഉണ്ട്. ഇവിടെ RRB റെയിൽവേയുടെ കോഴ്സ് നിങ്ങൾക്ക് ഓൺലി അഡ്മിഷൻ ഫീസ് മാത്രമേ ഉള്ളൂ. 599 എന്ന് പറയുന്ന അഡ്മിഷൻ ഫീസ് മാത്രമേ ഉള്ളൂ. ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫീസ് ഒടുക്കിക്കൊണ്ട് നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ HSA
നാച്ചുറൽ സയൻസ് HSA നാച്ചുറൽ സയൻസ് ബാച്ച് സ്റ്റാർട്ടാണ്. ഓക്കെ, അതിൽ 999 ആണ് ഫീസ് ജോയിൻ ചെയ്യാൻ. അതുപോലെ തന്നെ HSAയുടെ തന്നെ ജനറൽ ബാച്ച് ഉണ്ട്, HSA ജനറൽ ബാച്ച് ഉണ്ട്. HSAയുടെ ജനറൽ ബാച്ച് 499 ആണ്. ഓക്കെ, വളരെ ചെറിയൊരു ഫീസാണ് ജനറൽ ബാച്ച്. അതുപോലെ തന്നെ LP UPയുടെ ലോങ് ടേം നമ്മൾ ഇന്നു മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് തികച്ചും ഫ്രീ ബാച്ച് ആണ്, ഫ്രീ ആയിട്ടുള്ള ബാച്ച് ആണ്. ഓൺലി 299 എന്ന് പറയുന്ന ഒരു ഫീ മാത്രമാണ് അതിനുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ CTET, ടെറ്റ് ഇതിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് കാര്യം ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ KVS ഇതിന്റെ കാര്യങ്ങളൊക്കെ എല്ലാം ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതിന്റെ ഗ്രൂപ്പുകളെല്ലാം തന്നെ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് ജോയിൻ ചെയ്യാം. ബാക്കിയുള്ള ഡീറ്റെയിൽസ് അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നേരിട്ട് വിളിക്കുകയോ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ചോദിക്കുകയോ ചെയ്യാവുന്നതാണ്. ഓക്കെ, വിളിച്ചു കഴിഞ്ഞാലും തീർച്ചയായിട്ടും കോൾ എടുക്കുന്നതായിരിക്കും. നിങ്ങളുടെ സംശയങ്ങൾക്ക് അറുതി വരുത്തുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ മെസ്സേജിലൂടെയും കമന്റ്സിലൂടെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അറിയിക്കുക. ഓക്കെ, ഇത്രയാണ് ഈ കാര്യത്തെ പറ്റി പറയാനുള്ളത്. KVSന്റെയും CTETന്റെയും ടെറ്റിന്റെയും അഡ്മിഷൻസ് ഉടൻ തന്നെ ആരംഭിക്കുന്നുണ്ട്. മറ്റുള്ള എല്ലാ അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു, ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. LP-UP ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള മോഡൽ ക്ലാസ്സുകൾ മറ്റൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും ആ സബ്സ്ക്രൈബുകളിൽ ഓരോ പ്ലേലിസ്റ്റ് ആയിട്ട് നിങ്ങൾ എടുത്ത് നോക്കുക. KVSന്റെ പ്ലേലിസ്റ്റ് ഉണ്ട്, RRBയുടെ പ്ലേലിസ്റ്റ് ഉണ്ട്, HSAയുടെ ഉണ്ട്, LP-UPയുടെ ഉണ്ട്. ഇതിലെല്ലാം അതിന്റെ മോഡൽ ക്ലാസ്സുകളെല്ലാം അവൈലബിൾ ആണ്, ഫ്രീ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അത് കാണുക. ഓക്കെ, എന്നിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ KVSനെ പറ്റി എന്താണ് അപ്ഡേറ്റ്സ് ഒന്നും ഇല്ലാത്തത്, KVS ഈ വർഷം വിളിക്കത്തില്ലേ, എക്സാം കാണത്തില്ലേ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അതിനെപ്പറ്റി തീർച്ചയായിട്ടും ഒരു വിശദമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ വരുന്നുണ്ട്. ഞാൻ ചെറിയൊരു കാര്യം പറയാം. കാരണം ഇപ്പോൾ നമ്മുടെ രാജ്യം അഭിമുഖീകരിച്ച ഒരു ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു അല്ലേ? അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമുക്ക് ഈ ഏപ്രിൽ തന്നെ KVSന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ലഭ്യമാകുമായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കിയുള്ള അപ്ഡേഷൻസ് ഒന്നും വരാത്തത് കൊണ്ടാണ് KVSന്റെ ആപ്ലിക്കേഷൻ അയക്കാനുള്ള കാര്യങ്ങൾ, ടീച്ചിങ് നോൺ ടീച്ചിങ് കാര്യങ്ങളൊന്നും വരാത്തത്, NVS റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത്, DSSBയുടെ കുറച്ച് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത്. ഇതെല്ലാം സെൻട്രൽ ഗവൺമെന്റ് പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഈ പ്രശ്നങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വരാതിരിക്കുന്നത്. ഉടൻ തന്നെ ഈ കാര്യങ്ങളെല്ലാം ഇപ്പൊ ഏകദേശം ഈ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഏകദേശം ഒരു പരിധിവരെ ഒഴിവായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ എന്തായാലും KVSന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വരും. അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ, കഴിഞ്ഞ മീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന വിവരങ്ങൾ, കൂടുതലായിട്ട് നമ്മുടെ 3 ടയർ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ 1 എക്സാം എന്ന് പറയുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം കൂടെ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഉടൻ തന്നെ വരുന്നുണ്ട്. ഓക്കെ, വെയിറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഇനി അതുപോലെ റെയിൽവേയിൽ എത്രത്തോളം ആപ്ലിക്കേഷൻസ് സ്വീകരിച്ചിട്ടുണ്ട്, എത്രത്തോളം റിജക്ട് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം ആപ്ലിക്കൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്തരത്തിലുള്ള ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അത് വെച്ചും കൂടി നമുക്ക് കുറച്ച് അനാലിസിസ് നടത്താവുന്നതാണ്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ചാനൽ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. സംശയമുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാം, ഞാൻ ഈ പറഞ്ഞ മുകളിലത്തെ നമ്പർ വഴി നിങ്ങൾക്ക് വിളിച്ചോ മെസ്സേജ് അയച്ചോ വാട്സപ്പ് വഴിയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചാറ്റ് ചെയ്ത് അന്വേഷിക്കാവുന്നതാണ്. അപ്പം ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. വന്ദേ മാതരം. ജയ് ഹിന്ദ്.